ഹലോ ഗായ്സ്, സിൽക്ക് ത്രെഡ്സിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കെട്ടിട്ട് അതായത് ലോക്ക് ചെയ്തിട്ടുള്ള ഒരു രീതിയാണല്ലോ കാണിച്ചത്. അപ്പോൾ ആ രീതി കാണിച്ചിട്ട് അതും സക്സസ് ആകാത്തവർക്ക് വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിലാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇത് വേറെ ഒന്നുമില്ല, നമ്മൾ ആ സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് പഴയ കേസായിട്ടുള്ളവരുടെയൊക്കെ സ്ക്രൂവിൻ്റെ കാര്യമാണ് പറയുന്നത്. പുതിയ കേസിന് നമുക്ക് കുഴപ്പമില്ല. പുതിയ കേസ് എപ്പോഴും ആ സ്ക്രൂകൾ നല്ല ടൈറ്റായിരിക്കും. നല്ല ടൈറ്റായിട്ടിരിക്കുന്ന സ്ക്രൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ലൂസാണെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ വേറെ നമ്മൾ കർവിലൊന്നും ഇടുന്നില്ല കേട്ടോ. കർവിലൊന്നും ഇടാതെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇടുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ കേസ് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ അത് അറിയാൻ പറ്റും. എനിക്ക് ഫോണ് കയ്യിരിക്കണ കൊണ്ടിട്ടാണ് ഞാനത് ഊർത്തി ഇങ്ങനെ കാണിക്കാത്തത്, ഇങ്ങനെ വലിച്ച് കാണിക്കാത്തത്. ഫോണ് കൈ പിടിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഷെയ്ക്കും ഉണ്ടാവും, ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ കാണിക്കുന്നത് നമ്മൾ ആ നൂലിട്ട് മെത്തേഡാണെന്ന് കാണിക്കുന്നത്. നൂലിട്ടിപ്പോൾ ടെൻഷൻ നമുക്ക് അധികം ടൈറ്റാക്കി കൊടുക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ടെൻഷൻ്റെ അത് ടൈറ്റാക്കി കൊടുത്ത് വരുമ്പോൾ നമ്മുടെ നൂല് പൊട്ടും. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നൊരു മെത്തേഡെന്ന് പറഞ്ഞാൽ, നമ്മുടെ ആ നീഡിലിൻ്റെ ഭാഗത്ത് അത് വേണമെങ്കിൽ ചെയ്യാം. ചിലപ്പോൾ എൻ്റെ ഊരിയൊക്കെ പോരാൻ ചാൻസ് ഉണ്ട്. എന്നാലും നീഡിലിൻ്റെ ഭാഗത്ത് ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയെന്ന് വെച്ചാൽ, നമ്മുടെ ആ ഒരു ടെൻഷൻ്റെ അവിടുത്തെ ആ ഒരു ലൂസ് ഉണ്ടല്ലോ, അത് ഇവിടെ വരുമ്പോൾ ആ ഒരു ഇത് നമുക്ക് ടൈറ്റായിട്ട് കിട്ടും ആ നീഡിലിൻ്റെ ഭാഗത്തുനിന്ന് ഇതിൽ കോർത്ത് കഴിയുമ്പോൾ. അപ്പോൾ അതുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പല രീതിയിലും ട്രൈ ചെയ്താലും മാത്രമേ നമുക്ക് ഒരു ഇത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ, നല്ല ഭംഗിക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്, ടോയിനിട്ടിട്ട് ചെയ്യുമ്പോൾ അടുപ്പിച്ച് തന്നെ നമ്മൾക്ക് കട്ട് വർക്ക് ചെയ്യാനുള്ളതായതുകൊണ്ട് അടുപ്പിച്ച് തന്നെ വേണം ടോയിനിടണമെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ കട്ട് ചെയ്യുമ്പോൾ വിട്ടു പോരും എന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ച് ഓരോന്ന്. പിന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കുമ്പോൾ നല്ല ക്ഷമ വേണം കേട്ടോ.
ക്ഷമയില്ലെങ്കിൽ നമുക്കിത് ഒരിക്കലും ചെയ്തെടുക്കാൻ പറ്റില്ല, പഠിക്കാനും പറ്റില്ല. നമ്മളെന്ത് പഠിക്കുമ്പോഴും ക്ഷമയോടുകൂടി ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്കത് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു ഇഷ്ടമൊക്കെ വേണമല്ലേ, നമുക്കൊരു വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഇഷ്ടവും നമ്മുടെ ക്ഷമയും എല്ലാം കൂടി അടങ്ങുമ്പോഴാണ് നമുക്ക് ഒരു വർക്കിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും വലുത് നമുക്ക് ക്ഷമയാണ്. കട്ട് വർക്ക് ചെയ്യുമ്പോൾ ക്ഷമ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്, പഠിക്കാൻ ആഗ്രഹമുള്ളവർ കേട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കട്ടെ. അപ്പോൾ ഉള്ളിൽ നമ്മൾ കള്ളിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇപ്പം ഇതിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇത് വേണ്ടി കാണിച്ചു തന്നെയാണ് എത്രത്തോളം ഭംഗിക്കാണ് നമ്മൾ ആ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നതെന്നുള്ളത് കേട്ടോ. നമുക്ക് ചെതറിയൊന്നും വരാതെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ ആ ലൈനും കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. അതിങ്ങനെയൊന്നും അല്ല, നല്ല കള്ളി 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 പോലെ നമുക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാനൊരു മോഡലിൽ ഇങ്ങനെ കാണിച്ചു തന്നെയുള്ള കേട്ടോ. I begin to